നമസ്കാരം കൂട്ടുകാരെ. പാലപ്പവും ഉരുളക്കിഴങ്ങ് കോഴിമുട്ട സ്റ്റൂ ഉണ്ടാക്കാനായി ഉരുളക്കിഴങ്ങും ക്യാരറ്റും ചെറുതായി മുറിച്ചതും ചുമന്നുള്ളിയും സവാളയും പച്ചമുളകും ഇഞ്ചി നീളത്തിലരിഞ്ഞതും കറിവേപ്പിലയും വേണം. ഒരു മൺചട്ടി ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് ഏലക്കയും പെരിഞ്ചീരകവും കറുകപ്പട്ടയും കുരുമുളകും ഗ്രാമ്പൂവും ജാതിപത്രിയും സ്റ്റാർനൈസും ബേലീഫും ഇട്ട് മൂപ്പിക്കണം. അതിലേക്ക് ചുമന്നുള്ളിയും സവാളയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഉള്ളി ചെറുതായി വാടി വരുമ്പോൾ ഉരുളക്കിഴങ്ങും ക്യാരറ്റും മുക്കാൽ വേവിച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഉള്ളിയും കിഴങ്ങും വെളിച്ചെണ്ണയിൽ നന്നായിട്ട് മൂപ്പിച്ച് ആവശ്യത്തിന് കല്ലുപ്പ് ചേർത്ത് രണ്ടാം പാൽ ചേർത്ത് ചെറിയ ചൂടിൽ വേവിച്ചെടുക്കണം. ഉരുളക്കിഴങ്ങ് തേങ്ങാപ്പാലിൽ വെന്തു വരുന്ന പരുവത്തിൽ കോഴിമുട്ട കറിയിൽ ചേർത്ത് കൊടുക്കണം. അതിലേക്ക് കുറുകിയ ഒന്നാം പാൽ ചേർത്തതിന് ശേഷം ഒരു തിള വരുമ്പോൾ തീ അണച്ച് എരിവും ഉപ്പും നോക്കിയതിനു ശേഷം ലേശം പശുവിൻ നെയ്യ് ചേർത്ത് കൊടുക്കണം. ഒരു ഇരുമ്പ് അപ്പച്ചട്ടി ചൂടാക്കി എണ്ണ തൂത്ത് തടവി പുളിച്ച അപ്പമാവ് ഒരു തവി കോരി ഒഴിച്ച് ചട്ടി ചുറ്റിച്ച് പാലപ്പം ചുട്ടെടുക്കണം. അപ്പൊ എല്ലാവരും ചപ്പവും സ്റ്റൂ ഉണ്ടാക്കി കഴിക്കണം. ഒരുപാട് സ്നേഹങ്ങൾ വാരി വിതരണം. താങ്ക് യു സോ മച്ച്.